വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വീണ്ടും നമ്മെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന നിയോഗമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും പോലും സന്തോഷമോ സമാധാനമോ ഒരു സംതൃപ്തി കിട്ടാതെ വിഷമിക്കുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 52-ാം അധ്യായത്തില് 12-ാം തിരുവചനം, 73-ാം സങ്കീർത്തനം 26-ാം തിരുവചനം, 1 ദിനവൃത്താന്ത പുസ്തകത്തിലെ 28-ാം അധ്യായത്തിൽ 20-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഒടുക്ക വേണ്ട, കർത്താവ് നിങ്ങളുടെ മുന്നിൽ നടക്കും. ദൈവമായ കർത്താവ് നിങ്ങളുടെ പിൻകാവൽക്കാരനായിരിക്കും. നമുക്ക് വിശ്വസിക്കാം മക്കളെ, നമ്മൾ ജീവിതയാത്രയിൽ ഒത്തിരി ഓടുകയാണ്, തകർന്നു പോകുന്നു. പക്ഷെ ഈശോ നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ മുന്നിലും പിന്നിലും. ഒരുപക്ഷെ നിന്റെ ശരീരവും നിന്റെ മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമായ കർത്താവാണ് നിന്റെ ബലം, അവിടുന്നാണ് നിന്റെ ബലം. ഓഹരി നമുക്ക് വിശ്വസിക്കാം മക്കളെ. ദാവീദിനോട് ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെ, പ്രവാചകന്മാരുടെ ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെ, സോളമനോട് ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെ, നീ ഭയപ്പെടുകയോ ശങ്കിക്കുകയോ വേണ്ട, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. കർത്താവിന്റെ ആലയത്തിലെ സകല ജോലികളും പൂർത്തിയാകുന്നതുവരെ അവിടുന്ന് തന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയിൽ ചെയ്തു തീർക്കുവാന്, സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുവാന് ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.